പുത്തനത്താണിക്കാരുടെ സ്വന്തം ബേക്കറിയ മന്ന ബേക്കറിയിലാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. എന്തിനാണെന്നറിയോ? കുറച്ച് ലഡു വാങ്ങാൻ. ലഡു വാങ്ങിയിട്ട് എങ്ങോട്ടായെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആ വഴിയെ പറയാം. ഈ പാത്തു ഇപ്പോൾ ചാടി തുള്ളി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ EMS പാർക്കിലേക്ക്. EMS പാർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം മെൻഷൻ ചെയ്തിരുന്നു, എൻ്റെ ഫോൺ നഷ്ടപ്പെട്ട പാർക്ക്. അവിടുത്തെ മാനേജർ പ്രജുവേട്ടൻ, സ്റ്റാഫ് ദേവേട്ടൻ, ഇവർക്ക് ലഡു കൊടുക്കാനാണ് നമ്മൾ ഇന്ന് പോയിട്ടുള്ളത്. ബാക്കിയുള്ള സ്റ്റാഫിന് കൂടി നമുക്ക് ലഡു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാർക്ക് മൊത്തം ഒന്ന് ചുറ്റി കാണാം. അതിൻ്റെ കൂടെ എൻ്റെ ഫോൺ നഷ്ടപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു മീറ്റപ്പിന് പോയപ്പോഴാണ് എൻ്റെ ഫോൺ നഷ്ടപ്പെട്ടത്. ഫോൺ നഷ്ടപ്പെട്ട ഉടനെ തന്നെ നമ്മൾ അതിലേക്ക് കോൾ ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി തള്ളി കയറി അവരുടെ ഓഫീസിലേക്ക് കയറി. എന്നിട്ട് അവിടുത്തെ CCTV നോക്കി. അതിൽ വേണ്ട വിധത്തിലുള്ള ഒരു ഇൻഫോർമേഷനും നമുക്ക് കിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഊഹിക്കുന്നതും സംശയിക്കുന്നതും തെറ്റല്ലേ? സോ എന്ത് ചെയ്തു? നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടു. അതായത് നമ്മുടെ തിരൂർ പോലീസ് സ്റ്റേഷൻ, വനിതാ സൗഹൃദ പോലീസ് സ്റ്റേഷൻ, ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ എന്ന പല വിശേഷണങ്ങളും എടുത്ത് ഒരു പോലീസ് സ്റ്റേഷൻ. പക്ഷേ നമുക്ക് അവിടെ പോയപ്പോൾ വേണ്ട വിധത്തിലുള്ള ഒരു പരിഗണനയും കിട്ടില്ല. പരാതി നൽകണമെങ്കിൽ ആദ്യം ആധാർ കാർഡ് വേണത്രേ. ലൈസൻസ് പോലും കൊണ്ടെടുക്കാതെ നമ്മുടെ കയ്യിലെവിടുന്ന ആധാർ കാർഡ്. വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആധാർ കാർഡ് ഫോട്ടോ എടുത്ത് അവർക്ക് വിട്ടുകൊടുത്തു. ഒരു റീപ്ലൈയും ഇല്ല. നമ്മൾ അവരെ കോൾ ചെയ്തു, അറ്റൻഡ് ചെയ്യുന്നില്ല. ലാൻഡ് ലൈനിൽ വിളിച്ചു, കിട്ടുന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചെന്ന് ശരിക്കും മിറാക്കിൾ സംഭവിച്ചത് പിറ്റേ ദിവസമാണ്. നമ്മുടെ പാർക്കിലെ മാനേജർ നമ്മളെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഫോൺ എടുത്ത ആളുടെ ഫോട്ടോ വിത്ത് ലൊക്കേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. നമ്മൾ അത് കേട്ട ഉടനെ തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പക്ഷേ എന്ത് ചെയ്യാം, പോലീസുമാരെല്ലാം ഫുൾ ബിസിയാണ്. കാരണം അവർ ദിലീപ് വന്ന തിരക്കിലാണ്. ദിലീപിനെ എക്സ്കോർട്ട് പോയതാണ്. അതായത് ദിലീപ് വരുന്ന ഭാഗത്താണ് എല്ലാ പോലീസുമാരും ഉള്ളത്. നമുക്ക് ഒരു പോലീസിനെ പോലും കിട്ടിയില്ല. എന്ത് ചെയ്യാം? നമുക്ക് ഫോണില്ലാതെ പറ്റത്തില്ല. നമ്മൾ പോലീസിനെ വെയിറ്റ് ചെയ്യുന്നിടത്തോളം നമ്മുടെ ഫോണ് അവിടെ നഷ്ടപ്പെടാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ റിലേറ്റീവായിട്ടുള്ള ഒരാൾ തന്നെ എന്ത് ചെയ്തു? ഫോണിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് ആളെ പൊക്കിയെന്ന് മാത്രമല്ല അവരുടെ ഐഡൻറ്റിറ്റി പ്രൂഫും ഒക്കെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വാങ്ങി. ഇപ്പോഴാണ് മനസ്സിലായത് സാധാരണക്കാർക്ക് പോലീസ് ഒരു സഹായം ചെയ്യൂല, VIP-കൾക്ക് മാത്രമാണ് പോലീസ് സഹായം ചെയ്യുക എന്നുള്ള സത്യസന്ധമായ ഒരു ഇത് നമുക്ക് മനസ്സിലായി.